ഹായ് ഗൈസ്, ഓണം ചായ. അൻസർ ഭായി നോക്കൂ ഗൈസ്, സുന്ദരൻ. ഹൗ ഡു ഐ ഷോ മൈസെൽഫ്? ഞാനും ഉണ്ടാ ഗൈസ്. ഇന്ന് പോയിട്ട് ഊണുണ്ടാക്കണം, കുറേ പരിപാടികളുണ്ട്, വഴിയെ കാണാം ഗൈസ്. ഇതാണ് നമ്മുടെ കൈരളി ബസാർ, കാലേവാടി. നല്ലൊരു സ്പോട്ടിലാണ് ഗൈസ്, നല്ലൊരു റോഡിൻ്റെ സൈഡിൽ കൈരളി ബസാർ. മലയാളി കടയാണ്. എല്ലാ കഷ്ണങ്ങളിലും മഞ്ഞൾപ്പൊടിയും ഉപ്പും എണ്ണയും നന്നായിട്ട് പറ്റുന്നതുവരെ ഇളക്കണം. കോക്കനട്ടെ ഇൻറ്റു 5 കുറച്ചെണ്ണം വേണം. അപ്പോൾ പായസം മേടിച്ചു ഗൈസ്. ഇതിൻ്റെ അത് മിൽക്ക് മെയ്ഡും അടയുണ്ട്. ഒരു കിസ്മിസ് കിട്ടി കേട്ടോ. ഞങ്ങൾ കാഷ്യൂനട്ട് തപ്പുമായിരുന്നു, കാഷ്യൂനട്ടൊന്നും കിട്ടിയില്ല ഗൈസ്. രുചി നോക്കിയിട്ട് വലിയ ഗുണമില്ല. നമ്മൾ ഉണ്ടാക്കും ഗൈസ്. Guys, so clumsy guys. Close up. Shizuka എന്ന് പറ. Shizuka. ഞാൻ പറയാൻ പോകുന്നത് you guys are watching. മടുത്തു. ഇൻട്രോ കഴിഞ്ഞു. അപ്പം ഗൈസ് നമ്മള് ഈ ഇവന്റെ പേരെന്താ? ഞാൻ അവിയൽ പ്ലസ് പുളിയിഞ്ചി ഞാനാ. നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ് മാറ്റിയല്ലേ? അപ്പൊ ഇതെന്ത് മാനേജ്മെന്റ്? മാനേജ്മെന്റ് റോങ്. മാനേജ്മെന്റ് അഴിമതി. He's our SPM project manager. She will be managing all the projects. Yeah. He is in charge of Tenga General expert, Tenga Pulikil expert. Answer. I am in Sambar department plus Pulinji department. അത് കഴിഞ്ഞിട്ട് സാമ്പാറിൽ നിന്ന് പ്രോജക്ട് തീർത്തിയിട്ട് അടുത്ത തോരൻ ഡിപ്പാർട്ട്മെന്റിൽ തോരൻ ഡിപ്പാർട്ട്മെന്റ്, പായസ ഡിപ്പാർട്ട്മെന്റ് അവസാനം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹം. സമയം കിട്ടുവാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം. സവാള അറിയാമോ? നമുക്കറിയാം ശരിക്കും മാനേജ്മെന്റില് ഫാമിലി ജോക്ക്. അമ്മയും പറയും സവാള അറിയാം. പിന്നെ ഞാൻ എന്നെ അറിയുമായിരുന്നു. എന്നാ സവാള എനിക്ക് അറിയാം. പോടാ അങ്ങോട്ട്. 4 ടീസ്പൂൺ എണ്ണ ഇടുക. വെള്ളം വെക്കട്ടെ. വെള്ളം പറ്റിയില്ല. ഇവിടുന്ന് ഫ്രോം ഹിയർ വെള്ളം പറ്റി. നീളത്തില്, എല്ലാം നീളത്തില്. ശർക്കര ചേർത്താണെന്നപ്പോ അവൻ നനച്ചെടുത്തു ഗൈസ്. ഇപ്പൊ ചേർന്നിട്ടുണ്ടല്ലേ? ഉണങ്ങിയ സ്ഥലം മാത്രം ചേർന്നും പറ്റും. കത്തി എല്ലാം നിറഞ്ഞായിട്ട് കഴിച്ച് പട്ടി. ചിന്നു കൂലി പണി. തക്കാളി ഉണ്ടോ? തക്കാളി, സവാള സ്ലൈസ് ചെയ്തു, പരിചയം 3 അതാദ്യം ചൂടാട്ടെ. ആദ്യം എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കുന്നുണ്ടോ? അവിയൽ പ്രശ്നമാവും ഗൈസ്. അവിയൽ ഡിപ്പാർട്ട്മെന്റ് ഉഴപ്പാണ് ഗൈസ്. ഞങ്ങളുടെ റിസോഴ്സസ് ഇത്ര ഉള്ളെന്ന് പറഞ്ഞില്ല. ഇത് ചെറുതാണ് തന്നില്ല കേട്ടാ. ഗൈസ് നമ്മുടെ ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളി കോർഡിനേറ്റഡ് ബൈ അഞ്ജലി മാത്യു ആൻഡ് ടീം ഉണ്ടായിരിക്കുന്നതാണ് ഗൈസ്. ഉണ്ടാക്കിയിരിക്കുന്നു ഗൈസ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. 1 ഡൺ. 1 out of 10. 1 പ്രോഗ്രസ്സിലാണ്. ഇവിടെ പരിപ്പിന് അങ്ങനെ വേണ്ട. അതുപോലെ അരിഞ്ഞോ? ഇതിനകത്ത്
കുഴപ്പമില്ലല്ലേ? ആ കേറി ഗൈസ് അതെ കുറച്ച് താഴെ പോയി നമ്മള് തൂത്തുവാരി പ്രോജക്ട് മാനേജറിന് ഉത്തരം പറയണം. വർക്കറിന്റെ അനാസ്ഥ. ഉത്തരം പറ. വർക്കാവുമ്പോ സംഭവങ്ങള് ചിലപ്പോ ഇതാവും അല്ലേ? അല്ല വേസ്റ്റ് വരുന്ന അടച്ചു വെക്കടാ അത്. ഗൈസ് സാമ്പാർ റെഡിയായി ഗൈസ്. ഇതെന്നാ ഇത്? ഉപ്പ് കുറവായിരുന്നു. കുട്ടുകൂടിയാണ്. ഉപ്പ് കുറവായിരുന്നു. നമ്മൾ ഉപ്പിട്ട് ശരിയാക്കി. അത് നമ്മുടെ ഷോറൂം പാത്രം. ഇത് അവിയൽ റെഡിയാവുന്നു ഗൈസ്. തുളസി കതിര എത്ര നേരം വേണം? പ്രൊജക്ട് മാനേജർ ആവാണ്ട് എല്ലാം എന്നെ തലക്കിടുന്നു എല്ലാം ഈ 2 ക്യാരറ്റ് 2 നേരം മതി. എത്ര മതി? അവിയലിന്റെ ആൾക്കാരെവിടെ? പ്രോജക്ട് മാനേജർ അവിയൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളാ. ഞാൻ ഇല്ല അവിയൽ വെള്ളം ഡിപ്പാർട്ട്മെന്റ്. എവിടെ നിന്ന് ഈ വെള്ളം മതിയോടാ? തൈരോടെ തൈര് ഗൈസ് നമ്മൾ ഇൻഡിപെൻഡന്റ് പ്രോജക്ട് തുടങ്ങി ഗൈസ്. ആരെ സപ്പോർട്ട് ഇല്ലാതെ പ്രൊജക്ട് മാനേജറിനെ അറിയിച്ചത് പോലെ കലിപ്പായിരുന്നു ഗൈസ്. വി ആർ മേക്കിംഗ് ബീൻസ് ക്യാരറ്റ് തോരൻ. പച്ചമുളക് 3 എണ്ണം ഉണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. പച്ചമുളക് ഇതിൻ്റെ പച്ചമുളക്. ഓണത്തിന്റെ ഇടയ്ക്ക് അവന്റെ കുത്തു കച്ചവടമാണ് ഗൈസ്. ഈ പരിപ്പ് കഴുകടാ. എടാ ഈ പാത്രം കൂടെ കഴിയുതാ. പരിപ്പ് കഴുകണേ. എന്തൊക്കെയാ ഫ്രിഡ്ജിലുള്ള ഒരു ഓർമ്മ. പുട്ടും പായസം കഴിക്കാം. ഇന്നത് കഴിച്ചിട്ട് ഞാൻ കിടക്കത്തുള്ളൂ. വൈകിട്ട് തരാം പുട്ട് പായസം. വേറെ പായസം പരിപ്പ് കഴുകു. കറിച്ചത് ആർപ്പാടം ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇത് പരിപ്പാണ് ഗൈസ്. വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ നമ്മൾ ഇടപെടുന്നില്ല. നമ്മുടെ കറി ഓൾമോസ്റ്റ് ആയി ഗൈസ്. അതിൻ്റെ ചൂടാക്കാം. അപ്പം നമ്മുടെ കറി ആയി. അവിടെ മോരുണ്ടാക്കാനുള്ള ഐഡിയേഷൻ സ്റ്റേജിലാണ്. മോരെങ്ങനെയാ? എന്നാ അരപ്പുണ്ടാകും. വർക്ക് അണ്ടർ പ്രോജക്ട് മാനേജർ. ടീം വർക്ക്. ഞാൻ ടീം ലീഡർഷിപ്പ്. Single handedly managed to successfully pull up an Onam Sadhya 20+ curries. 20+ വാഴയില ഉപ്പൊക്കെ അവർക്ക് അടിയല്ലോ. ഉപ്പ്, കുരുമുളക്, ഉപ്പ്, നെയ്യ്, ശർക്കര വരട്ടി, വാഴയില ഇതായി മേടിക്കണമല്ലോ. താരം പിടിച്ചിരിക്കുന്ന പോലെ പരിപ്പ് കറി ആൻഡ് മോര്. പരിപ്പ് ചാറ് ഏകദേശം റെഡിയായിട്ടുണ്ട്. പായസത്തിന് വേണ്ട പരിപാടികൾ തുടങ്ങാൻ പോവാ. നമ്മൾ നട്ട്സ് വറക്കാൻ പോവാ. അത്ര ഉണ്ടാകത്തല്ലോ. അപ്പം പായസത്തിലേക്ക് കടക്കാൻ കഴിയും. നമ്മൾ കാണാതെ പോകരുത്. പാത്രം എല്ലാം കഴുകി വെച്ചു. അധീന ചേച്ചി വരുന്ന അപ്പൊ അവന് ടെൻഷനാ. നിങ്ങൾ സീനിയറാ? ജനറൽ മെയിൻ. അടുത്ത നല്ല കഴിച്ചു. ഗൈസ് പപ്പടം പറക്കുന്ന ഭയങ്കര കോൺസെൻട്രേഷൻ വേണ്ട കാര്യമാണ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പപ്പടം വളഞ്ഞു മാറുവാണെങ്കിൽ എനിക്ക് അവിടെ ക്ലീൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. പാത്രങ്ങളെല്ലാം കഴുകി അതിലിടാം. പായസം വെക്കാൻ വേണ്ടി നമ്മുടെ എല്ലാമായ അബ്ദുൾ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ആയി. നെക്സ്റ്റ് പായസം. നിന്റെ വീട് എവിടെയാ? പായസം റെഡി മിക്സ് ആണ്. ഇങ്ങനെ ഫസ്റ്റ് എടുത്ത് ലാസ്റ്റ് അങ്ങനെ എടുക്കാം. അല്ല പകുതി താവോട്ട് കളയും. എടുക്കാം. മോര് ഡിപ്പാർട്ട്മെന്റ് മോരുണ്ടാക്കി. ഇവിടെ പായസം പാലട ഉണ്ടാക്കുമല്ലോ. മിൽമ പാലട മിക്സ്. നമ്മുടെ ഇന്നത്തെ തള്ളവേവിന്റെ വ്യൂസ് എത്രയായി? വ്യൂമില്ല. എത്ര വ്യൂ? 50 ആയാ?
ഏകദേശം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കറിയാണ് കിച്ചടി. ഹലോ, ഇത് സാമ്പാർ, ഇത് തോരൻ, ഞാൻ കഴിക്കാൻ, ഇത് അവിയൽ, ഇനിയും ഉപ്പേരി, ചക്കര വരട്ടി, പഴം, മേടിച്ച പായസം, അല്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന പായസമുണ്ട്, പിന്നെ വേറെ പായസം ഇവിടെ അരുൺ ഉണ്ടാക്കുന്നു, പിന്നെ എരിശ്ശേരി ഇവിടെ, അവന്റെ കണ്ണുകളിൽ പോയി. ഇവിടെയും റെഡിയായി വന്നു. റെഡി ആയില്ല. പായസം, പിന്നെ ചിപ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ അവിയല്, ചുറ്റി വീഡിയോ കോളാണ് ഗൈസ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഗൈസ്? ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കി. എല്ലാരും ചുറ്റി നമുക്ക് മാത്രം വീഡിയോ കോൾ. എപ്പിടി ഇருக்கு? കഴിക്കാറായി. ഇനി അടുത്ത പായസം, ഇനി ഒരു പായസം കൂടെ റെഡിയാണ്. ഇത് പാലട പായസം. നിങ്ങൾ കഴിച്ചോ? എന്നെ ഉണ്ടാക്കിയ അവിടെ? ഇതിനി ദേ ഉമ്മാച്ചി ഹായ് പറ. ഞങ്ങളെ വ്ളോഗാ. ഞങ്ങള് ഒരാഴ്ച മുമ്പ് ഞങ്ങള് വ്ളോഗ് ഉണ്ടാക്കുക. കൊള്ളാം, പുച്ഛം. വ്ളോഗിനോട് പുച്ഛം. This is our Captain Arun. Management. Hi, ക്യാപ്റ്റൻ ഞാൻ. Captain management ആൾക്കാരും ക്യാപ്റ്റനായി മാറത്തില്ല. അത് രണ്ടും ഞാനാ, എല്ലാം ഞാനിവിടെ. ഒരാൾ കൂടെ കുടിക്കാൻ പോയി. This is what I feel like. അമീന ചേച്ചി, അഞ്ജലി ചേച്ചി. ഒരു യൂട്യൂബ് ചാനൽ. വിളമ്പുകാരൻ കുറച്ച് ചോറുണ്ട്. മലയാളി ഓറ പ്ലസ് പ്ലസ്. നിലത്തിരിക്കണ നിലത്ത് വിളമ്പാൻ ചെയ്യാൻ പറ്റും. ഓടാറുണ്ട്, നീ അല്ലേ പറഞ്ഞേ? ഇതിന് എല്ലാരും വലം വെക്കുന്നേ. Okay guys, come on. ഞാനും ഇത് അമ്മയും കൂടെ ഇതിനകത്ത് ഇരുന്നു. മടിയിലിരിക്കുന്നു. മടിയില്ലേ ഇവിടെ ഇത് പകുതി പോയി. Guys, നാല് ചേരേ ഉള്ളൂ, 5 പേരുണ്ട്. അത് ശരിയാകത്തില്ല. അതൊന്നും പറ്റത്തില്ല. അതിലെ സാധനങ്ങളെല്ലാം മാറ്റണം. ഇതിങ്ങനെ ഇട്ടാ പോരെ. എങ്ങനെ ഇരിക്കുന്നു? എന്തിനും പറ അദീന ചേച്ചി, പറയൂ അദീന ചേച്ചി. അയ്യോ, മറ്റേ ലൈൻ എന്നായിരുന്നു? സമ്പൽ സമൃദ്ധിയുടെ എന്തോ ഒരു സാധനം, ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ. ഞാൻ കഴിച്ചു തുടങ്ങി. വാ എടാ, ഇതിന് നെയ്യുടെ ചോദിച്ചു കേട്ടോ പപ്പടത്തിൽ. കല്ല് പൊക്കുക ഇടുക. എന്റെ ഇടയ്ക്ക് ഇത് പറയാനായിട്ട് പുള്ളിക്ക് സമയമില്ലായിരുന്നു. പുള്ളിയുടെ ചൊല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആർഗ്യുമെന്റ് തുടങ്ങി ഗൈസ്. അതിന് മുന്നേ അഹമ്മദാബാദായിരുന്നു ജോലി ചെയ്യുന്ന 1 വർഷം. ഇപ്പം PhD ഇവിടെ IIT-യിൽ. മോര് ഇഷ്ടപ്പെട്ടോ? മോര് ഇഷ്ടപ്പെട്ടോ? മോര് സൂപ്പർ കഴിച്ചു. സൂപ്പർ. അവിയല്, അവിയല്, സാമ്പാർ, സാമ്പാറുണ്ട്, അവിയലുണ്ട്, പപ്പടമുണ്ട്, ചക്കര വരട്ടിയുണ്ട്. ചേച്ചി ചേച്ചി ശരിക്കും ബ്ലോഗ് ഉണ്ട് കേട്ടോ. ഹാപ്പിയാണോ? ഞാൻ അയച്ചു ഹാപ്പിയായോ? ചേച്ചി ജീസസ് യൂത്തിലുണ്ടോ? ജീസസ് യൂത്തിലുണ്ടോ? ഗ്രൂപ്പിലുണ്ട്.
ഒന്ന് രണ്ട് തവണ ഞാൻ സ്വയം മുങ്ങിയപ്പം പിന്നെ എനിക്കൊരു മടി എന്തെങ്കിലും ചെയ്യാം. നോക്കുന്നതിന്റെ അർത്ഥം അത് വീടോ ആണ്. ഒഴിച്ചോളൂ. ആരുണ്ടെങ്കിലും എന്റെ സ്വന്തം നേരം നേരെ നോക്കും. അയക്ക്. ആദ്യം വരാൻ പോകുന്നത് ഇത് കൊള്ളാം. ശേ, നമ്മൾ പുച്ഛിച്ച സാധനം കൊള്ളാം. ഇടവേ കൈ കൊണ്ട് കഴിക്കുന്നു അല്ലേ? ഖുർആനിലൊക്കെ എന്തിനാ ഈ മദ്യം തരുമെന്ന് പറയുന്നത് സ്വർഗത്തിൽ? അല്ല പായസം തന്നപ്പോ മദ്യം ഉണ്ടെന്നുണ്ട്. മദ്യം ഉണ്ടെന്ന് ഗുരുമാരുണ്ട് മദ്യം ഉണ്ട്. മതി ഹറാമല്ലേ? കിങ്ങിന്റെ പാട്ട് പോയി. ഇതൊക്കെ എത്ര മുന്നേ ഇറങ്ങിയതാ? നീയാണ് ശരിക്കും. മൂന്നാമതല്ലേ അടിത്തരത്തിൽ പണ്ട് തൊട്ട് എന്റെ പണി. വീട്ടിലാണോ? രണ്ട് അനിയന്മാരുണ്ട്. ഗ്ലാസ് ഉണ്ട് കേട്ടോ. ആരും മാത്രമേ ഉള്ളൂ. ഞാൻ നാക്കറിയാം. ഓ റിച്ചാ റിച്ചാ. എന്ത് പറഞ്ഞാലും അതേ എന്ത് ചെയ്യുവാ പിള്ളേ? ഐ ആം മേക്കിംഗ് റെഡ് കാർപ്പറ്റ്. എന്തിനു പറയുന്ന പേര്? ആ, വാൾ ഓഫ് ഫെയിം. ഇവിടെ കണക്കെഴുതി വെക്കുവാണ് ഗൈസ്. രണ്ട് സ്കൂൾ പിള്ളേരുടെ ഫുഡ് ഫോട്ടോ എത്രാം ക്ലാസ്സിലാ? 12ആണോ? 12B. പിന്നെ എഡിറ്റ് ചെയ്ത് തരാം. ബ്ലർ മാറ്റാന്നേ ഉള്ളൂ. മനസ്സിൽ കൂടെ സഹായിച്ച്. എന്നെ വീഡിയോ ആണോ? എന്റെ മുടിയെ തൊടരുത്. എന്ത്? എനിക്ക് മുടി ഇല്ലെന്ന് കാണിക്കുന്നത് നിങ്ങള്. ഗൈസ് ഇവിടെ രണ്ടുപേർക്ക് ഇക്കളാണ്. കൊടുത്തോ? ജീവൻ പോകുന്നു ഓരോ വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്. അടുത്ത് വലിക്കുന്നുണ്ടോ? വാളൊക്കെ തോന്നുന്നുണ്ടോ? അല്ല വാളൊക്കെ തോന്നുന്നില്ല. ഇക്കള് വരുന്നു. ഞാൻ ബക്കറ്റ് എടുത്തോ. ഇവിടുന്ന് വേദന വരുന്നു എനിക്ക് ഞാൻ ബക്കറ്റ് എടുത്തോണ്ട് വരാം. രണ്ടുപേർക്ക് ഒരുമിച്ചൊക്കെ വരുന്നു. ചേർത്തത് ഞാൻ ഇച്ചിരി കോഫി പൗഡർ ഇട്ടായിരുന്നു. വേറെ ഇട്ടോ? എനിക്ക് സംശയമുണ്ട്. ഒത്തിരി വാട്ടാണ്ടാവുന്നതുകൊണ്ട് കോഫിയുടെ ടേസ്റ്റ് കോഫി പൗഡർ ഇട്ടായിരുന്നു. ഒന്ന് റോസ്റ്റഡ് കോഫി, മറ്റേത് റോസ്റ്റഡ് അല്ലാത്ത കോഫി. ചേരുന്നെന്ന് തോന്നുന്നു. പ്രശ്നമാണോ? പക്ഷെ അതിന് ചേച്ചി കുഴപ്പമൊന്നുമില്ല. വെള്ളം ഇട്ടതിൽ കുഴപ്പമില്ല.